എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയേ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 192-ാമത്തെ മന്ത്രമാണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. യ ഈം ഖയന്തി പർവതാന്തിരസമുദ്രമർണവം മരുദ്ഭീരഗ്ന ആഗഹി. ഇതാണ് മന്ത്രം. അന്വയം: ഏ മരുത പർവതാൻ ഈം ഖയന്തി തഥാ അർണവം സമുദ്ര തിര കുർവന്തി ഹേ അഗ്നേ തൈഹി മരുൽഭി സഹ ആഗഹി. പർവതാൻ ഈം ഖയന്തി. പർവ്വതങ്ങൾ മഴക്കാറുകളെ തടഞ്ഞ് വർഷപാതത്തെ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. ജലത്തെ ഇളക്കിവിടുന്നു. മേഘത്തിലുള്ള ജലസമൂഹത്തെ പർവ്വതങ്ങൾ തടഞ്ഞു നിർത്തിയിട്ട് വർഷപാതമാക്കി ഭൂമിയിലേക്ക് അയക്കുന്നു. അർണവം സമുദ്രം, ജലം നിറഞ്ഞിട്ടുള്ളതായ സമുദ്രങ്ങൾ. തിരയടിക്കുന്നത് പോലെ മരുൽബി സഹ ആഗഹി. മരുത്തുക്കളോടുകൂടി അഗ്നിദേവ അങ്ങ് യാഗവേദിയിലേക്ക് വന്നാലും. പർവ്വതങ്ങൾ മഴക്കാറുകളെ തടഞ്ഞു നിർത്തി ജലസമൃദ്ധമായ മേഘങ്ങളെ വർഷപാതമാക്കി ഭൂമിയിലേക്ക് അയക്കുന്നു. അതാണ് ഇതിൻ്റെ അർത്ഥം. പ്രബലന്മാരായ മരുത്തുക്കൾ മഴക്കാറുകളെ ഇളക്കി പർവ്വതങ്ങളുടെ സഹായത്തോടുകൂടി വർഷപാതമുണ്ടാക്കുന്നു. അതുപോലെ ജലപൂർണമായ സമുദ്രത്തിൽ തിരയടി ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള മരുത്തുക്കളുമായിട്ട് യാഗവേദിയിലേക്ക് അല്ലയോ അഗ്നിദേവ ആഗതനായാലും സമുദ്രത്തെ തലോടി ത്രസിപ്പിക്കുന്നു. ആര്? മരുത്തുക്കൾ. തിരമാല ഉണ്ടാക്കുന്നത് മരുത്തുക്കളാണ് എന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.